General compartment 24, Passenger. From engine, first, Passenger. Second, general compartment. Third, AC2 tire. Fourth, AC2 tire. Fifth, AC3 tire. Sixth, AC3 tire. Seventh, AC3 tire. Eighth, AC3 tire. Ninth, AC3 tire. 10th, F12. 11th, general compartment 24, Passenger.
ഇവനെന്താ ഇവിടെ? ദേവാ എന്തടാ ഇവിടെ? എത്ര നാളായി കണ്ടിട്ട്? ആടാ, ഒത്തിരിയായി കണ്ടിട്ട്. ഒറ്റയ്ക്കുള്ളോ? ആഹാ, നിന്റെ ഫോട്ടോഗ്രാഫി ഒക്കെ ഇപ്പഴും ഉണ്ടല്ലോടാ. ആടാ, കുറച്ചൊക്കെ വർക്കൊക്കെ കിട്ടുന്നുണ്ട്. നീ ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ലേ? ജോലി ഇല്ല? അതോട്ടെ, നീ എന്താ ഇവിടെ വർക്കിന് വന്നതാണോ? ഞാൻ വർക്കിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു, പക്ഷെ ട്രെയിൻ മിസ്സായി പോയി. അപ്പോ ഇങ്ങനെയൊക്കെ. ഓ, നിന്റെ വർക്ക് എവിടെയാ? ദേവാ, എടാ എന്റെ വർക്ക് എവിടെയാന്ന്? എടാ വർക്ക് എവിടെയാന്ന്? ട്രെയിൻ മിസ്സായി. ആഹാ, ശരി. ഇനി നിന്റെ ട്രെയിൻ എപ്പോഴാ? ഇനിയിപ്പോ രാവിലെ 3 മണിക്കുള്ളൂ. 3 മണിക്കാണോ? അപ്പൊ സമയമുണ്ടല്ലോ. നീ എന്റെ കൂടെ കൂടിക്കോ. നീ പിന്നെ എന്താ ഇവിടെ വന്നിട്ട്? പിന്നെ നീ എന്നെ വിളിക്കാൻ മറന്നു, ഞാൻ നിന്നെ വിളിച്ചോ ഇല്ല. പിന്നെ നിനക്ക് ഈ ക്യാമറ നോക്കിയിട്ട് അങ്ങ് അറിഞ്ഞാ പോരെ. എനിക്ക് ഇവിടെ ആഴ്ചയിൽ 2 ദിവസം ശ്വാസം വിടാൻ കിട്ടണേ. അതിന്റെ ഇടയിൽ എങ്ങനെ വിളിക്കാനാ? നീ ചുമ്മാ നടക്കണ നേരം കൊണ്ട്. എടാ, അപ്പൊ നിനക്കെന്തോ സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ ഉണ്ടായിരുന്നില്ലേ? നല്ല ഐഡിയ ആയിരുന്നല്ലോ, അത് വെച്ചില്ല? ഓ, അതൊക്കെ അന്നേ വിട്ടാ. അതിന്റെ ഒന്നും പറയാ പോവാണ്ടിരുന്ന നന്നായി. ഇപ്പഴാണ് ഒരു ജോലിയുണ്ട്, അമ്മ ഹാപ്പിയാണ്. അല്ല, അത് പക്ഷേ നല്ല ഐഡിയ ആയിരുന്നല്ലോ. നീ എന്ത് ചെയ്ത് ഡ്രോപ്പ് ചെയ്തേ? അല്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? എടാ, ഇതിനെന്താ പ്രശ്നം? എല്ലാരെയും ലൈഫ് ഇങ്ങനെയല്ലേ. ഇനിയിപ്പോ ഒരു നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഒരു പെണ്ണൊക്കെ കെട്ടി സെറ്റിലാവാൻ. എടാ, ഈ ലോങ് ടേമിലുണ്ടല്ലോ, ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള സെക്യൂർ ലൈഫ് നോക്കിയിട്ടേ കാര്യമുള്ളൂ. ഓ, അപ്പോൾ അതായത് ഒരു സെക്യൂർ ആയിട്ടുള്ള കൂട് അല്ലേ? നീ വാ. പിന്നെ വീട്ടിലെല്ലാരും എന്ത് പറയുന്നടാ? അച്ഛൻ, അമ്മ സുഖം? പിന്നെ എന്തൊക്കെയാ ഉണ്ടാ വിശേഷങ്ങള്? എത്ര നാളായില്ല അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. എടാ, ഇപ്പൊ ഇവിടെ ഉത്സവാട്ടോ. വീട്ടിലാണെങ്കിൽ ചേച്ചി, ഹസ്ബൻഡ് എല്ലാരും എത്തിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ സമയത്താണെങ്കിൽ എവിടെയായിരുന്നാലും എല്ലാരും വന്നോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അതായി ഇതായി, അവിടെ പോണം ഇവിടെ പോണം, കുറച്ച് ക്യാഷ് അങ്ങ് പോയി കിട്ടും. എന്താല്ലേ, ഇങ്ങനെ ഒരു കളർ പരിപാടി കൂടിയിട്ട് എത്ര നാളായി.
എടാ നമ്മൾ ഈ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കയ്യും പിടിച്ച് ഉത്സവപ്പറമ്പിലൂടെയൊക്കെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കാറില്ലായിരുന്നോ? ഇപ്പോൾ പുള്ളി അതിനൊക്കെ റിവെഞ്ച് എടുക്കുവാന്ന് എനിക്ക് തോന്നണേ. ഇന്നലെ ഈ സകല കടയിലും കൊണ്ടുപോയി ഈ സകല കടയിലും കൊണ്ടുപോയി സകല സാധനവും വാങ്ങിപ്പിച്ചടാ. പിന്നെ ഇതൊക്കെയല്ലേ ഒരു രസം. ഞാനിങ്ങനെ ഓർക്കുവായിരുന്നേ, അന്ന് നമ്മളെല്ലാം കൂടെ നിന്റെ വീട്ടിൽ വന്നേ ഓർമ്മയുണ്ടാ? നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന സകല എണ്ണം ഉണ്ടായിരുന്നു അന്ന്. അതൊക്കെ ആട്രാ ഓർമ്മകള്. എന്ത് രസായിരുന്നു നിന്റെ അമ്മ ഉണ്ടാക്കി തന്നെ ആ ചക്കയുടെയൊക്കെ. അതിൻ്റെയൊക്കെ രുചി ഇപ്പോഴും നാക്കിലുണ്ട്. നീയാണെങ്കിൽ അന്നൊന്നും കഴിച്ചോ ഇല്ല, മൊത്തം കഴിച്ച ഞങ്ങളാ. വല്ല ഓർമ്മയുണ്ടാ? പിന്നെ നിന്റെ നാട് എടാ, സീനിക് ബ്യൂട്ടി തന്നെ. അവസാനമായിപ്പോൾ എനിക്ക് അവിടെ ഒന്ന് പോരാൻ കൂടി തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്റെ വീട്ടിൽ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിച്ച്. നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടല്ലേ? പിന്നെ ഓർമ്മയില്ലാണ്ട് എല്ലാരും നിന്നെ പോലെയാണെന്ന് വിചാരം. ഞാനിതൊക്കെ ഓർക്കണമെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ പറയുമ്പോഴാ. ഓർമ്മപ്പെടുത്തലുണ്ടെങ്കിൽ പോലും ആ രുചി നാവിൽ കിട്ടുന്നില്ല. എന്താടാ ഭയങ്കര ഫിലോസഫി ഒക്കെ ആണല്ലോ. എന്റെ പൊന്നളിയാ, എന്റെ 2 കൂട്ടുകാരന്മാരുണ്ട്. ഷോർട്ട് ഫിലിമാന്ന് പറഞ്ഞ എന്തെടുത്തു വെച്ചേക്കുക. ഡയലോഗും ഇല്ല, ഒന്നും മനസ്സിലാവണമില്ല. എന്റെ പൊന്നോ, സാധനം ഒന്ന് വേന്നൊഴി. ആ 3 ദിവസം ഉണ്ടോ? അവനെ വിളിക്കാന്നാ. അവൻ വന്നോളുന്നേ, നീ പേടിക്കണ്ട. എന്നാ വരട്ടെ. ആ കൊള്ളാം. എടാ, ഈ കൊറോണ ടൈമിലുണ്ടല്ലോ ഇവന്മാര് 10 പടം കണ്ടെങ്കിൽ ഇഞ്ചിലച്ചു അമ്മയാൻ വന്നേക്കുക. എടാ നീ കണ്ടിട്ടില്ലേ ഈ കൊറോണ കഴിഞ്ഞ പിന്നെ ഈ ഇൻസ്റ്റയിലും ഈ യൂട്യൂബിലൊക്കെ കുറെ മാരെ ഇറങ്ങിയിട്ടുണ്ടാ, ഈ ഇൻഫ്ലുവൻസേഴ്സിനും ഈ സിനിമയ്ക്ക് റിവ്യൂ ഇറങ്ങുന്നവന്മാരൊക്കെ. എടാ എനിക്ക് മനസ്സിലാവാത്ത എന്നാന്നറിയോ,
ഒരു പടം കണ്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വിമാനം കണ്ട് അനലൈസ് ചെയ്യുന്നാടാ. ഓ പിന്നെ വേറെ പറയണമാരുണ്ട്. ദേ ഈ ഷോർട്ട് ഫിലിം പിടിച്ചമാരെ പോലുള്ളവന്മാര് 10 മിനിറ്റ് ഇങ്ങനെ ക്യാമറ അനക്കാണ്ട് വെച്ചിരുന്നെങ്കിൽ സിനിമയായിരുന്നാ. ഇമാർക്കൊക്കെ എന്നാ ഈ കമന്റ് നോക്കിയേ. ഗ്രേറ്റ് വർക്ക്, ബ്രെത്ത് ടേക്കിംഗ് സിനിമാറ്റോഗ്രഫി, ബ്രില്യന്റ് ആക്ടിങ് നോക്കടാ. എടാ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതുകൊണ്ടല്ലേ ഇതൊക്കെ ഇറങ്ങുന്നേ. ഒന്ന് പിന്നെ ദേ ഈ കമന്റ് നോക്കിയടാ. ഗ്രേറ്റ് ഡയറക്ഷൻ. എടാ എന്തോന്ന് ഗ്രേറ്റ് ഡയറക്ഷൻ എന്നാടാ. എടാ നിനക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിഞ്ഞിട്ടാണോ നീ പറയുന്നേ? ഒന്ന് പോളാവേ, ഇതിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ? എന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടല്ലേ. എടാ ഇപ്പൊ ഈ മമ്മൂടിയുടെ അടുത്തൊരു പടം ഇറങ്ങില്ലേ, ഏത് നൻപകൽ പോലത്തെ പടം. എടാ കാര്യം കുറെ ബുദ്ധിജീവികൾ ഈ പടം പോയി കാണണ്ടെങ്കിലും ഈ കണ്ടവന്മാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഈ അടുത്തിടക്ക് കിട്ടിയ അവാർഡ് കൊണ്ട് മാത്രമല്ലേ ആൾക്കാരെ ഇത് എത്ര സപ്പോർട്ട് ചെയ്യണത്, അല്ലേ? പിന്നെ ഇവന്മാരെ പോലെ ഉള്ളവന്മാർ ഇത് പോയി കാണാനും വേറൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ നാട്ടിലുള്ളവന്മാരും പറയും ഇവന്മാർ വെറും പൊട്ടന്മാരാന്ന്. ഉള്ള കാര്യം പറയാലോ, ആ സാധനം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ആ മനസ്സിലാവാൻ കുറച്ച് ബോധമൊക്കെ വേണം. എന്താ ബോധമുള്ള സാറ് ഇതൊന്നും ടീ കൂടി വന്നേ. എടാ ഇതാണ് കല. ആ പോണങ്ങന്നേ മതി. ആ വന്നോ നീ. എന്താണ് മക്കളെ, എവിടെയായിരുന്നു ഇത്ര നേരം? ഇന്ന് ഏതാ ബ്രാൻഡ്? ബ്ലാക്ക് ഡോഗ്. ഇതാരാ? എടേ നീ ഇങ്ങനെ നിക്കൊന്നും വേണ്ട, ഇങ്ങോട്ടിരി. എടേ ഇരിക്കടേ, നമ്മുടെ സ്വന്തം സ്ഥലം ഇത്. അമ്മേ വല്ലാത്തൊരു ദിവസമായിപ്പോയി. ഇയാളെ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനം എടുക്കാൻ പോയതാന്നേ. അപ്പഴതേ ദിവനെ കണ്ടേ, നമ്മളെ പഴയൊരു ഫ്രണ്ടാ. ഞാൻ കയ്യോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നു. ഇന്ന് അവളൊന്ന് കാണാൻ പോണം. എടാ നീ അടി. വേണ്ട. വേണ്ടേ? വേണ്ട. അതെ വേണ്ട വെറുതെ ഇതിനെ കളയണ. എടാ പിന്നെ ഇതെന്റെ ഫ്രണ്ട് ദേവൻ, കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോ പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാ. പുള്ളി എങ്ങോട്ടോ വർക്കിന് പോയിക്കൊണ്ടിരുന്നയാ. പക്ഷെ ട്രെയിൻ മിസ്സായി പോയി. നന്നായി. ഇനിയിപ്പോ അടുത്ത ട്രെയിനാണേ നാളെ രാവിലെ എന്തോ ഉള്ളൂ. രാവിലെ എത്ര മണിക്കാടാ? 3 മണി. 3 മണി. പിന്നെ ഞാൻ നോക്കിയപ്പോ പുള്ളി അവിടെ ചുമ്മാ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കുക. അതുകൊണ്ട് കൈയോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നു. ഇന്ന് നമ്മുടെ കൂടെ ആവട്ടെ അല്ലേ, വെറുതെ ഒറ്റയ്ക്കാവണ്ടല്ലോ. അല്ല എങ്ങോട്ടായിരുന്നു പോക്ക്? നെടുമങ്ങാട്. എടാ ഈ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയണത് ഈ കല്യാണത്തിന് കണ്ട ഇപ്പൊ ഫോട്ടോ സെറ്റപ്പ് അല്ലേ? അല്ല, ഫ്രീലാൻസ് പരിപാടിയല്ലേ? അതെ. എടാ നീ ഇവന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത്
രാകേഷ്. പുള്ളി ഇവിടെ കൊച്ചിയിലൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഇത് ആന്റണി, പുള്ളി ബാങ്കിലാ. ഹലോ. ഉം. ആ ഞങ്ങളിങ്ങനെ ഇവിടെ ഇടയ്ക്ക് നേരത്തെ കൂടാറുണ്ട്. പറഞ്ഞായിരുന്നു ഫ്രീലാൻസോ അതെന്നെ സംഭവം. അത് എനിക്കറിയില്ലേ. എടാ അത് ഈ ചുമ്മാ കറങ്ങി നടന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് ആവശ്യക്കാർക്ക് വിൽക്കുക അല്ലേ? ഓ അതായിരുന്നു. ആ എടാ ഫോൺ. അയ്യോ. ആ ആടി പറ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞേ. അല്ല ഞാൻ വന്നിട്ട് കുറച്ചു നേരം ആയുള്ളൂ. കൊഞ്ചിക്കടണ്ട് വെള്ളടിയോ? അവൻ വെള്ളം അടിക്കൊന്നും അല്ലാട്ടോ. പോടാ. അല്ല കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ എത്തിയുള്ളൂ. മതിടാ മതിടാ. ഏടാ ഓ സെക്കൻഡ്. എന്നാടാ അല്ല പിന്നെ ഞാൻ ഇറങ്ങി ഉള്ളല്ലോ അവന്റെ ഇറങ്ങിയില്ലോ. കേടാതൊന്നും കല്യാണം കഴിഞ്ഞ പോലെ. 5 മിനിറ്റ് മതി. ഞാൻ ഇപ്പൊ വരാം. ചെല അവളുടെ മടിയിലേക്ക് അല്ലേ. ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ബൈ. നടക്കട്ടെ വിട്ടോ. ആ എടാ ഇവന് കമ്പനി കൊടുക്കണോ കേട്ടോ? ഇവന് കമ്പനി ഞാൻ കൊടുത്തോളാം. നീ പോയി നിന്റെ പെണ്ണിന് കമ്പനി കൊടുക്ക്. എടാ ഇവിടെ ഇരി. ഇമാരൊക്കെ സെറ്റപ്പ് കമ്പനിയാന്നേ. നീ ഇവിടെ ഇരുന്നോ. 10 മിനിറ്റ് ഞാനിപ്പോ എത്തൂന്നേ. അപ്പൊ ശരി കേട്ടോ. ജീവനുണ്ടേ കാണാൻ. അല്ല നിങ്ങൾ തമ്മിൽ ശരിക്കും എങ്ങനെയാ പരിചയം? എടാ ഞാനും അവനും കോളേജിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ അന്നൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ ആയില്ല കണ്ടിട്ട്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾ നേരത്തെ ഒന്നിച്ചല്ലായിരുന്നോ? നീ എവിടെ പോയതപ്പോ? എടാ എനിക്കിപ്പോൾ ഇത്ര വർക്ക് കിട്ടുന്നത് തന്നെ ഇതിൻ്റെ പുറകെ കുറേ നാൾ നടന്നിട്ടാ. അപ്പോൾ അവർ കൂടിയപ്പോഴൊന്നും എനിക്കങ്ങനെ കൂടാൻ പറ്റിയില്ല. അല്ല നീ അവന് നേരത്തെ ഒന്നിച്ചല്ലായിരുന്നോ? അവനെന്തോ ക്യാമ്പസ് സെലക്ഷനോ പ്ലേസ്മെന്റോ അതൊക്കെ കിട്ടിയില്ലോ. നിനക്ക് അതൊന്നും കിട്ടിയില്ല അല്ലേ? ആ എനിക്ക് തോന്നി. അല്ല നീ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതെവിടെയാ? എടാ അത് ആക്ച്വലി അത് വർക്കല്ല. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഒരു ഗ്ലോബൽ ഇവന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒത്തിരി ആളുകൾ അവിടെ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത് ഇതാ. ഈ ഇമാരൊക്കെ കണ്ടിട്ട് എന്താ കിട്ടണേ? വല്ല കാര്യമുണ്ടോ അതില്? വലിയ പരിപാടിയാണല്ലോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വരുന്ന പരിപാടിയാണോ? ആടാ പരിപാടി വലിയ പരിപാടിയാ. അവരുടെ ടോക്ക് ഷോ, ആർട്ട് എക്സിബിഷനൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറേ വർക്കുകളും ഉണ്ട്. അപ്പം അതാണ് ഞാൻ പോകുന്നത്. എടാ ഈ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ ഒക്കെ ഞാൻ പറയാം. നിനക്ക് മനസ്സിലായില്ല എന്താണ്? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ബുദ്ധിജീവി കുറേമാരെ? അവന്മാർക്ക് ഒരു പണിയും കൂലിയിലായിരിക്കണ സമയത്ത് കുറേ വരച്ചതും ഈ ഫോട്ടോ ഒക്കെ എടുത്തത് ഇവിടെ കൊണ്ടെങ്കിൽ പ്രദർശിപ്പിക്കും. പിന്നെ ഇവന്മാരെ പോലെ കുറേ അണമാരുണ്ട്. എന്ത് ഒരു പണിയില്ലാത്തമാര്. ഒരു ബോധമില്ലാത്തവന് എൻ്റെ ഫ്രണ്ടിൽ പോയി ചൊറിയും കുത്തിരിക്കും, താടിയും ചൊറിഞ്ഞുണ്ട്. വല്ല അറിഞ്ഞിട്ടാണോ? ഒന്നും അറിഞ്ഞിട്ടല്ലേ. എടാ അവന്മാർ ഇതെങ്കിലും ചെയ്യുന്നുണ്ട്. നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ കിടന്ന് പറയുന്നത്? ഓ പിന്നെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്ന് പോളാവേ അങ്ങോട്ട്. ഒരുപാട് നാളായി ഫോട്ടോഗ്രാഫിയുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ആളുകളുടെ അടുത്തെത്തിക്കാനായിട്ടൊരു അവസരം കിട്ടുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടിയില്ലേ? ഇനി അവസരമൊക്കെ വന്നോളും. നീ ധൈര്യമായിട്ടിന് മുന്നോട്ട് പോകും. അല്ല നീ പണ്ട് മുതൽ ഈ ഫോട്ടോഗ്രാഫി പരിപാടിയായിട്ട്? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഇങ്ങനെ പോണ ഈ ഫോട്ടോ, ഈ നാട്ടുകാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വല്ല മെച്ചമുണ്ടോ നിനക്ക്? അവന്മാർക്കല്ല ഉപകാരം ഉണ്ടോ അതിൽ? ഇതൊക്കെ ആര് കാണാനാ? അതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ വട്ടം കൂടിയെന്ന് വെള്ളം അടിച്ചിട്ട് ആർക്കെന്ത് ഗുണമുള്ളേ?
ആന്റണി ബാങ്കിലാന്നല്ലേ പറഞ്ഞേ? പിന്നെ ഞാനിവിടെ ഒരു പ്രൈവറ്റ് ബാങ്കിലാ. ഇപ്പം 3 കൊല്ലമായി. ഓ, അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണോ? ഏയ്, എൻ്റെ നാട് മരങ്ങാട്ടുപള്ളി, കോട്ടയം. ഇവന്മാരിവിടെ അല്ലേ? കോട്ടയത്ത് തറവാട്ടിലാടാ അപ്പച്ചനും അമ്മയും ചാച്ചിയും ഒക്കെ. ഓ ഇപ്പൊ ജോലി കാരണം വല്ലപ്പോഴൊക്കെ നാട്ടിൽ പോകാൻ പറ്റാറുള്ളൂ. ആ, ഓ, അപ്പോ ഫാമിലി ഇപ്പോഴും നാട്ടിൽ തന്നെയാ? അതെ അതെ. ഇപ്പൊ അത്യാവശ്യം ഇവിടെ സെറ്റിലായി വരുന്നു. ഞാൻ തൽക്കാലം ഇവിടെ ഒരു വീട് നോക്കുന്നുണ്ട്. എന്നിട്ട് വേണം വൈഫിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഓ, അപ്പം മാരീഡ് ആണല്ലേ? അതൊക്കെ 2 കൊല്ലമായി. ഞാനിവിടെയും അവളവിടെയും. ഓ, ഇനിയൊരു വീടൊക്കെ വെച്ച് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ട്. നോക്കണം. അതൊക്കെ ഇപ്പൊ അങ്ങനെ തോന്നും. നീ നിന്റെ പെണ്ണുമ്പളേനെ വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ഉള്ള സമാധാനം പോകും. നമ്മളിപ്പോ ഹാപ്പി അല്ലേ? ഒന്ന് പോടാവേ. പിന്നെ എനിക്കങ്ങനെ സമാധാനക്കേടൊന്നുമില്ല. പിന്നെ അത് ഡെയിലി ഇങ്ങനെ കൂടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞ. നീ പൊടിക്കത്തെ വിഷയല്ലേ? നീ വീട് തപ്പി പോണതൊക്കെ ഞാൻ കാണാറൊക്കെ ഉള്ള. നീ അത് പറയല്ലേ? ഈ ഓട്ടോ ഒക്കെ പ്രതീക്ഷിച്ചാണല്ലടാവേ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതിന്റെ സുഖമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അത് നിനക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവാൻ പോണില്ല കേട്ടോ. അതെ ഉള്ള കാര്യം പറയാലോ. ഞാൻ ഏതായാലും പെണ്ണ് കേട്ടാൻ പോകണ്ട. എനിക്കതൊന്നും വയ്യ. അല്ലേലും ഈ രാകേഷന്മാർക്കൊന്നും ആരും പെണ്ണ് തരാൻ പോണില്ല. ആ പേര് കേട്ടാലേ തീർന്നു. അത് പോയി. നീ ഒരു പെഗടിച്ചേ. വേണ്ട. അതെന്നാ? രാവിലെ ട്രെയിൻ ഉള്ളതല്ലേ? ട്രെയിനിന് സമയം എപ്പോഴാ? ട്രെയിനിന് 3 മണിക്കുള്ളൂ. എന്നിട്ടാണോ? 3 മണിക്കല്ലേ സമയമുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞല്ല, ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൊന്നുള്ളൂ. ഞാനിങ്ങനത്തെ ശീലത്തിൽ നിന്ന് മാറി നിൽക്കുക. എന്നാലേ ജോലി മുമ്പോട്ട് പോകത്തുള്ളൂ. എടാ, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി നടന്നിട്ട് എന്താ കാര്യം? ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. അത് വെറുതെ പാഴാക്കി കളയരുത്. ഈ സന്തോഷവും ദുഃഖവും ലഹരിയും ഇതെല്ലാം നമ്മൾ അനുഭവിക്കണ്ടേ? കുറേ യാത്രകൾ പോകണ്ടേ? കുറേ കാര്യങ്ങൾ പഠിക്കണ്ടേ? ചുരുക്കി പറഞ്ഞാൽ ജീവിതം പരമാവധി എക്സ്പ്ലോർ ചെയ്യണം. ട്രിപ്പൊക്കെ പോകണം, കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ കഴിക്കണം. പിന്നെ അടിച്ചു തീർക്കേണ്ട ബ്രാൻഡുകൾ നമ്മൾ തന്നെ അടിച്ചു തീർക്കണ്ടേ? ഒറ്റ ലൈഫിലടാ ഉള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യണം. എന്താ, ശരിയല്ലേ? ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും പലപ്പോഴും എനിക്കൊന്നും പറ്റാറില്ല. കുറച്ച് കഴിഞ്ഞാൽ നീ അങ്ങ് പോവും. ഇന്ന് രാത്രി കൂടിയില്ലേ പിന്നെ നമ്മൾ എന്ന് കൂടാനാ? നീ തുറന്നങ്ങ് അടിച്ചേ, മൂടാവട്ടെ. എടാ വേണോ? അടിക്കേ. ചിയേഴ്സ്. ചിയേഴ്സ് അടിച്ചാൽ പിന്നെ അടിക്കണം, അറിയാലോ. അടിച്ചോ. കൊള്ളാം.
എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ജീവിതത്തിൽ മിസ് ചെയ്തിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ കൂടിയെന്ന് പറഞ്ഞില്ലേ, എനിക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷെ അതൊക്കെ വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു. നമ്മൾ പ്രൊഫഷണൽ ലൈഫിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ മിസ്സാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചെലവഴിക്കുന്ന ആ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് സന്തോഷം തരുന്നുള്ളൂ. ആ ഓർമ്മകൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ഇത്ര സീരിയസ് ആയിട്ട് കണ്ട് ചെയ്യുന്ന എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ പോലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എനിക്ക് ലൈഫിലുണ്ടായിരുന്ന നല്ല സൗഹൃദങ്ങൾ പോലും എനിക്കിപ്പോൾ ഇല്ല. ഞാൻ എടുക്കുന്ന ഫോട്ടോയിലൊരു വാല്യ കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എടുത്ത ഈ ഫോട്ടോസോ ഞാൻ തിരഞ്ഞെടുത്ത ഈ വഴിയോ അത് ശരിയാണോ എന്നുള്ള നിശ്ചയം പോലും എനിക്കില്ല. നിനക്ക് ഈ ഫോട്ടോഗ്രാഫി പണ്ട് മുതലേ ഉണ്ടായിരുന്നോ? ആടാ, എനിക്ക് ഫോട്ടോഗ്രാഫി പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. അച്ഛനൊരു ഫിലിം ക്യാമറ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതിലെ ഫോട്ടോഗ്രാഫ്സിലൂടെയാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ ഇത്ര ഇഷ്ടം തോന്നിയത്. പിന്നീട് എനിക്ക് മനസ്സിലായി, അത് വേറൊരു ഇഷ്ടമല്ല, അതെനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ ആ ഫിലിം ക്യാമറയിലെടുത്ത ആ ഫോട്ടോസ്, അച്ഛൻ്റെ, അമ്മയുടെ, ചേച്ചിയുടെ ചെറുപ്പത്തിലെ ആ ഫോട്ടോസ് സന്തോഷമുള്ള കാഴ്ചകളായിരുന്നു. അന്നത്തെ ഫോട്ടോസിൽ ജീവനുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അന്നെടുത്ത ആ മങ്ങിയ ഫോക്കസ് അല്ലാത്ത ഫോട്ടോസ്, അതാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ മായാതെ കിടക്കുന്നത്. അതാണ് ഒരു ഫോട്ടോഗ്രാഫറിന് കിട്ടേണ്ട ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ അതെനിക്കിപ്പോൾ ഇല്ല. ഇന്നെൻ്റെ ഫോട്ടോഗ്രാഫ്സിന് ജീവനുമില്ല, സന്തോഷവുമില്ല. എടാ, ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ലേ, ഇതെല്ലാം ശരിയാവും. നിനക്ക് ഫോട്ടോഗ്രാഫി അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്താൽ മതി. ബാക്കി നമുക്ക് വേറെയും സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്തങ്ങ് ജീവിച്ചു പോയാൽ മതി. അത്രേ ഉള്ളു കാര്യങ്ങളൊക്കെ. നമുക്കൊരു സ്ഥലം വരെ അങ്ങ് പോവാം. എങ്ങോട്ടാ? മൂടൊക്കെ ഒന്ന് മാറട്ടെ, അതൊക്കെ ഉണ്ട് പറയാം. എടാ രാകേഷേ, എണീക്ക്. പോവാ, സംഭവം സെറ്റല്ല.
വിഷയമൊന്നുമില്ലല്ലോ. എടാ ഇവനെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിനിപ്പനാ നീ പെട്ടെന്ന് കൂടി ചെല്ലാൻ എടാ നോക്ക്. ഇവൻ വള്ളിയാവട്ടോ, ഇവന് പോവാറായില്ലേ? സമയമാകുമ്പോൾ അവനോടേലും പൊക്കോളും. നീ അങ്ങോട്ട് ചെല്ല്. ആ, വാ എന്തേലും കാണിക്കേ. ആ ദേവാ ആ ഇറങ്ങ്, സ്ഥലമെത്തി വാ. ദേവാ വാടാ വാ. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, നീനെ പുറകെ വരും. വാ. ദേവാ എടാ ദേവാ വാടാ, നല്ല ഇരുട്ടാ, നീ ഒറ്റക്ക് കിടക്കണ്ട. നീ എന്നെ അവിടെ തന്നെ നിന്ന് പോയേ, വാ നമുക്ക് പോകണ്ടേ? എന്തേ? ഏയ് ഒന്നുമില്ല, നടന്നു. നീ ഇങ്ങ് വന്നേ, നമുക്ക് ഒരുമിച്ച് പോവാം. എടാ സൂക്ഷിച്ച് നടക്കണം കേട്ടോ, എൻ്റെ പുറകെ തന്നെ പോരെ. ആ ആ നോക്കി ആ പിടിച്ചു. രാജേഷേ എന്തായി? ഓ അത് കത്തുന്നുണ്ടാവേ, മതി. ഇയാൾ എവിടെയായിരുന്നുടാ ഇതുവരെ? എടാ അവന് വഴി അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. സാധനം എന്തേ ഒന്നെടുത്തേ നീ? പോ അടുക്കളോളെ അപ്പുറത്ത്. അത് ശരി. ദേവാ ഇതാ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട്. ഓ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നുള്ളൂ. ഇതാ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട്. ഇതുപോലൊരു സ്ഥലം ഇവിടെ വേറെ കിട്ടത്തില്ല. ഞങ്ങളിവിടെ ഇടയ്ക്കിടെ വരും, മിക്കപ്പോഴും തന്നെ 2 സ്റ്റിക്കൊക്കെ അടിക്കാനായിട്ട്. ഓ ഏടാ ഏടാ നോക്കി നോക്കി. ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുന്നോ? നല്ല സാധനം. ദേവനം കൊടു. ആ കൊടുക്കടാ. വേണ്ട, ഇടുക്കുന്നേ ട്രൈ ചെയ്തല്ല. ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങണേ? വലിക്കട ഇറക്കാ. നൈസാ. മേടിച്ച് വലിച്ച ഇപ്പൊ ശരിയാവും. നമുക്കത് മൂടാവാ. വേണ്ടാത്തോണ്ടാ അത് ശരിയാവില്ല. ഇങ്ങനെ അങ്ങ് മേടിച്ച് വലിച്ചേ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. എനിക്ക് എന്താ ഈ കാണിക്കണേ?
ആ ആ എടാ ഒന്നുകൂടി വലിക്ക് ഇപ്പൊ ശരിയാവും. ആ വലിക്കടാ വലിക്കടാ. അങ്ങനെ ആ ആ കൊള്ളാം. വേണ്ടായിരുന്നു. ഹലോ എടാ എടാ എവിടെയാ? എടാ കേൾക്കുന്നില്ലടാ. എടാ എവിടെയാന്ന്? എടാ സ്ഥിരസ്ഥലം. ആഹാ, അങ്ങോട്ടൊക്കെ പോയോ? എടാ ഇവിടെ എല്ലാരും അടിച്ച് പൊളിക്കുക. നീ പറഞ്ഞില്ലേ ഞാൻ വരെ ഇപ്പൊ അരമണിക്കൂർ എടുക്കോട്ടെ. അവന്റെ ട്രെയിനിന്റെ സമയം എന്തോ ആയി. അവൻ നീ എന്താണേലും അവനെ കൊണ്ടുവിട്ടോളണം. ഞാൻ ഇനി എപ്പോഴാ വന്നേന്നൊന്നും പറയാനൊന്നും പറ്റില്ല. എന്താണേലും കൊണ്ടുപോകണം. പുള്ളി ഇനി ഈ റിപ്പോർട്ടെ മുടങ്ങി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഹലോ എടാ ഞാൻ കേൾക്കുന്നുണ്ട്. എടാ കേക്കണില്ലേ? കൊണ്ടാ കേൾക്കുന്നുണ്ട്. അപ്പൊ വെക്കോട്ടോ. എടാ ഞാൻ അവനെ കൊണ്ടുവിട്ടോളാം. ശരി. എന്നെ ആന്റണി എന്തുവാ? അതാവും പോയി. ആ സിഗരറ്റ് തന്നിട്ട് പോടാ. നിനക്ക് എന്താടാ പറ്റിയേ? ഒന്നുമില്ലടാ. എന്തുവാ? എന്തു പറ്റിയേ? കാര്യം പറ. ഒന്നുമില്ല. ആ എന്നാകെ എടാ ആന്റണി, എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമായി.
ഇവിടെ ഫോട്ടോ എടുത്തേ ഇങ്ങനെ എണീറ്റ് പോണോ ഈ കുറച്ച് കൂട്ടത്തിലായ ഒരാളായെന്നാണെന്ന് വിചാരം നീ ഇപ്പൊ ഫോട്ടോ എടുത്ത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായി കാണിച്ചെന്നെ കണ്ടില്ലേ നിനക്കൊന്നും പറയാനില്ലേ അവരോടാ മിണ്ടരുന്നേ നിന്നെ പോലെയുള്ളവരുടെ സ്വഭാവം എന്തെന്നറിയോ ഈ ഫോട്ടോ എടുത്ത് നാട്ടുകാരെ കാണിക്കാനല്ലേ പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇവനെ ഇവിടെ വിളിച്ച് കയറ്റരുത് ഞാൻ നിന്നോട് പറഞ്ഞാ ഇവ വന്നപ്പോ ഇവനെ എനിക്ക് പിടിച്ചിട്ടില്ല ഫോട്ടോ എടുത്താണ് ഇത്ര വലിയ പ്രശ്നം നിനക്കെന്താ ഇവനോട് ഇത്ര സിമ്പതി പറ ഇന്നലെ വന്ന ഇവനാണോ എന്നും കൂടാണോ ഞാനാണോ നിനക്ക് വേണ്ടത് നീ ഇപ്പൊ പറയണത് എടാ നീ എന്തൊക്കെ ഈ പറയണേ അല്ലെങ്കിൽ നിനക്ക് പണ്ടേ ഉള്ളതാ പുതിയ ആൾക്കാർ വരുമ്പോൾ സപ്പോർട്ട് പിടിക്കലോ എടാ നീ ചുമ്മാ വലിച്ചു കയറ്റി ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയില്ലേ ഞാൻ വലിച്ചേറ്റിന്റെ പുറത്തൊന്നും പറയണല്ല ഇവൻ വന്നപ്പോ അതിലും ഭയങ്കര ഷോയാ ഞാൻ കണ്ട കാര്യം തന്നെ പറയണേ ഇവൻ വെള്ളം അടിക്കൂല എന്തോ മല പറക്കണ ജോലിയാ പിന്നെ ഇവൻ പറയണ കേട്ടിരിക്കാനും തലയാട്ടി കൊടുക്കാനും നീയും വല്ലതും മനസ്സിലായിട്ടാണോ നിനക്ക് വല്ലതും മനസ്സിലായിട്ടാണോ ഇവൻ പറയണല്ലോ ഇതാണോ നിന്റെ പ്രശ്നം എടാ അതൊന്നുമല്ല അവന്റെ ലൈഫിലെ കുറെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല ലൈഫിൽ ഇതിനെക്കാട്ട് എത്രയോ വലിയ പ്രശ്നങ്ങളുണ്ട് നീ ഒന്ന് കുറച്ചും കൂളായി എടാ നീ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എപ്പോഴും നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിനക്ക് നടക്കാൻ പറ്റുന്ന വരില്ല നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു അതെനിക്ക് മനസ്സിലായി പക്ഷെ ലൈഫിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം ഇവൻ നമ്മളെ പോലെ അറിഞ്ഞ് ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല അത് നിനക്കറിയില്ലേ നീ എങ്ങോട്ട് ക്യാമറ വെക്കണേ ആ ക്യാമറ ഓണാക്കണ വരത് ഇതെങ്ങനെ ഓണാക്കണേ ദേ നോക്ക് ഇവനെടുത്തോണ്ട് ഫോട്ടോ തന്നെ നോക്ക് ഇതെങ്ങാനും നാട്ടുകാർ കണ്ടാണോ നമ്മുടെ അവസ്ഥ ഞാൻ ആലോചിച്ചോ നോക്കടാ നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ എടാ ഇത് ഇതിന്റെ അകത്ത് ഇരിക്കല്ലേ ഉള്ളൂ എടാ ഇതൊക്കെ എത്ര നാളത്തേക്ക് ഇതുകൊണ്ടൊന്നും അവൻ മുന്നോട്ട് പോകാൻ പോണില്ല എനിക്ക് നീ പറയണൊന്നും കേൾക്കുമ്പോൾ വേണ്ട ഇവൻ ഇപ്പൊ ഈ ഫോട്ടോ ഡിലീറ്റ് ആക്കണം വരെ ഫോട്ടോ ഡിലീറ്റ് ആക്കണം വരത് എന്നിട്ട് ഇവിടുന്ന് വിട്ടോ നീ എടാ ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകണില്ല ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല ഇപ്പൊ ഡിലീറ്റ് ആക്കിയിട്ട് ഇവൻ ഇവിടുന്ന് പറഞ്ഞിട്ടോ വേഗം വിട്ടോ നീ ഇവിടുന്ന അല്ലെങ്കിൽ ഇനിയും കിട്ടും നിനക്ക് എന്റെ ശരിയാടാ ഞാനിവിടെ വന്നിട്ട് കാര്യമില്ല ഞാനിവിടെ വരണ്ടവനെ അറിഞ്ഞില്ല ഒരു ട്രെയിനിൻ്റെ സമയം തെറ്റിയോണ്ട് മാത്രം ഞാനിവിടെ പെട്ടുപോയതാ പക്ഷെ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ഫോട്ടോഗ്രാഫിലൂടെയാണ് അതായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഒരുപാട് നാളായിട്ട് ഞാൻ മിസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു കിട്ടിയ പോലെ തോന്നി അതുകൊണ്ട് ഞാനത് ക്യാപ്ചർ ചെയ്യാമെന്ന് വെച്ചു നിനക്കത് മനസ്സിലാവുമെന്ന് ഞാൻ ഓർത്തു പക്ഷേ നമ്മളാരാന്ന് മനസ്സിലാവാനായിട്ടേ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നല്ലതാ നിനക്ക് മനസ്സിലാവില്ല ഇവനൊട്ടും മനസ്സിലാവില്ല എല്ലാം ഒരേപോലെ ഉള്ള ജീവിതം അല്ലെന്ന് മനസ്സിലാക്കണം നീയൊക്കെ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ വെറുതെ കേട്ടിരുന്നാ പോരാ പറയുന്നവന്റെ ഉള്ളൂടെ കണ്ടോ വീണ്ടും തുടങ്ങി നിനക്ക് ഫോട്ടോഗ്രാഫിയെ പുച്ഛം നിനക്ക് ചെയ്യാൻ അറിയില്ലാത്ത കാര്യം ചെയ്യുന്നവരോടൊക്കെ നിനക്ക് പുച്ഛം നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ ഈ ഫോട്ടോ എടുത്തിട്ട് എന്താ ഗുണമെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ നിന്നെ കൊണ്ട് ഈ നാട്ടുകാർക്ക് എന്താ ഗുണമുള്ളേ അത് പോട്ടെ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഹലോ 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 ദേവൻ എവിടെയാ ദേവൻ കേൾക്കുന്നില്ലേ കേൾക്കാം സാർ എത്ര നേരമായി കോൾ ട്രൈ ചെയ്യുന്നു ട്രെയിൻ കയറിയല്ലോ അല്ലേ ഇല്ല സാർ ട്രെയിൻ മിസ്സായി ഓ ഇറ്റ്സ് ഓക്കെ ക്യാഷ് നെക്സ്റ്റ് ട്രെയിൻ ഓർമ്മയുണ്ടല്ലോ നാളെ നീ ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സോ ഡോണ്ട് മിസ് ഇറ്റ് ഓക്കെ യെസ് ദേവാ അത് വെള്ളം ഒഴിക്കും പോട്ടെ ഇവിടെ വേണ്ട
അവിടെ എന്തോ ഉണ്ടല്ലോ, ദേ നോക്കി. എന്താ?
എന്താ ഇവിടെ ഒന്നുമില്ല വാ വാ